ഏറ്റവും അഗ്രസീവായിട്ട് അല്ലെങ്കിൽ ഭയങ്കര അറ്റാക്കിംഗ് ലെവലിൽ അപ്പീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു താരം ആരെങ്കിലും ഉണ്ടോ അമ്പയർമാരെ? കാരണം ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ വിരാട് കോഹ്ലി തന്നെയാണ്. വിരാട് കോഹ്ലി എന്ന് പറഞ്ഞാൽ ഇപ്പം ഏതൊരു മാച്ച്, ഇപ്പോൾ വൺ ഡേ മാച്ച് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഫസ്റ്റ് ബോളിൽ ഒരാൾ ഔട്ടായിട്ട് പുള്ളിക്കാരൻ ബാറ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ആ 50 ഓവറിന് ഓടുന്ന റണ്ണിങ് ബിറ്റ്വീൻ ദ വിക്കറ്റ്സിൻ്റെ ഓടുന്നതായാലും ശരി, ആ അഗ്രഷൻ ഫുള്ള്. അതേപോലെ ഒരു ബോൾ പോലെ ഫീൽഡ് ചെയ്യാൻ വരുമ്പോഴിപ്പം 150 അടിച്ചോട്ടെ അല്ലെങ്കിൽ 200 അടി എത്ര സ്കോർ ചെയ്ത് കഴിഞ്ഞാലും പുള്ളിക്കാരൻ ഫീൽഡിലെത്തും. അകത്ത് പോയി ഇരിക്കുന്ന പരിപാടിയില്ല. പുള്ളിക്കാരൻ തിരിച്ച് ഫീൽഡിൽ വരും. 50 ഓവർ ഫീൽഡ് ചെയ്യുന്നതും അതേ ഇൻറ്റൻസിറ്റി തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അവസാനം മറ്റേ കളിയൊക്കെ ജയിച്ചു, വലിയ കുഴപ്പമൊന്നുമില്ല, ഡൈവ് അടിക്കേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ ഇല്ലെങ്കിലും പുള്ളിക്കാരൻ അത് മറ്റേ പാഞ്ഞു പോയിട്ട് ബോൾ ഡൈവ് ചെയ്ത് പിടിച്ചിട്ട് അങ്ങനെ ഈ 100 ഓവർ അത് നിന്ന് തിരിച്ച് വരുന്ന സമയത്ത് നമ്മൾ ഈ വെറുതെ നിൽക്കുകയാണല്ലോ. നമ്മുടെ പരിപാടി നിൽക്കുന്ന ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. പുള്ളിക്കാരൻ ഒരു 150 റൺസ് ഓടിക്കണം, അതും പായുന്ന സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സ്പീഡിലാണ്. അതേപോലെ ഫീൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഫ്രഷാണ്. കാരണം ആ അഗ്രഷൻ, ആ ഇൻറ്റൻസിറ്റി അത് കഴിഞ്ഞാൽ വേറൊരാളാണ്. ഈ ബൗണ്ടറി ലൈനിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു വിരാട് കോഹ്ലി ബൗണ്ടറി ലൈനിൻ്റെ വെളിയിൽ നിൽക്കുന്ന വേറെ ആളാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. വെളിയിൽ വന്നു കഴിഞ്ഞാൽ കാമാണ്, ആരാണ്, പക്ഷെ അകത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാ അപ്പീലും നമ്മൾ ഔട്ട് കൊടുക്കണം എന്നുള്ളൊരു ബോഡി ലാംഗ്വേജിലാണ് പുള്ളിക്കാരൻ വരുന്നത്. സോ അങ്ങനത്തെ ഒരു എക്സാമ്പിൾ ചോദിച്ചുണ്ട്. ഇപ്പം രോഹിത് ശർമ്മ വേറെ പോലെയാണ്, ഇപ്പം ധോണിയും മോശമൊന്നുമല്ല. മീൻസ് അതിൽ പല ആൾക്കാരുണ്ടാവും, പല പ്ലെയേഴ്സിന്. ഇപ്പം ഫോറിൻ ഇതിൽ ഓസ്ട്രേലിയൻ ഇപ്പോൾ സ്റ്റീവ് സ്മിത്ത് ആവട്ടെ, വാർണർ ആവട്ടെ, അങ്ങനത്തെ എല്ലാ ടീമിനും അഗ്രസീവായിട്ടുള്ള ആൾക്കാരുണ്ട്. കുറച്ച് ആൾക്കാർ അങ്ങനെയാണ്, അവരുടെ നേച്ചർ അങ്ങനെയാണ്. അവർക്ക് പറഞ്ഞാൽ ഫീൽഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് തോൽക്കാൻ പറ്റത്തില്ല.